കോട്ടയം കുടയംപടിയിലെ വ്യാപാരിയുടെ ആത്മഹത്യ കർണാടക ബാങ്കിന്റെ ഭീഷണി മൂലമല്ലെന്ന് പോലീസിന്റെ കുറ്റപത്രം. നിരവധി ആളുകളിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ വ്യാപാരിയായ ബിനു കടം വാങ്ങിയിരുന്നതായി കുറ്റപത്രത്തിൽ പറയുന്നു. കടയിലെ ജീവനക്കാരിയുടെ വിവാഹ നിശ്ചയത്തിന് പിന്നാലെയാണ് ബിനുവിന്റെ ആത്മഹത്യയെന്നും കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. കോട്ടയം കർണാടക ബാങ്ക് മാനേജർ പ്രദീപിന്റെ ഭീഷണിയെ തുടർന്നാണ് കുടയംപടിയിലെ വ്യാപാരിയായ ബിനു ആത്മഹത്യ ചെയ്തത് എന്നായിരുന്നു കുടുംബത്തിന്റെ ആരോപണം. ഇതിനെ തുടർന്ന് ബാങ്ക് ഉപരോധിച്ച് ഡിവൈഎഫ്ഐയും കോൺഗ്രസും പ്രതിഷേധം നടത്തിയിരുന്നു. സെപ്റ്റംബർ 26 നടന്ന സംഭവത്തിന് പിന്നാലെ കോട്ടയം വെസ്റ്റ് പോലീസാണ് കുറ്റപത്രം സമർപ്പിച്ചത്. ആത്മഹത്യക്ക് പിന്നിൽ ബാങ്കിന് പങ്കില്ല എന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. ബിനു മുൻ അധ്യാപികയിൽ നിന്നടക്കം നിരവധി പേരിൽ നിന്ന് ലക്ഷങ്ങൾ കടം വാങ്ങിയിരുന്നു. ഇത് തിരിച്ചു നൽകാത്തത് ആത്മഹത്യക്ക് ഒരു കാരണമായി. കടയിലെ ജോലിക്കാരിയുമായി ബിനു മണിക്കൂറുകളോളം ഫോണിൽ സംസാരിച്ചിരുന്നതായും കുറ്റപത്രത്തിൽ പറയുന്നു. ഇത് പെൺകുട്ടിയുടെ വീട്ടുകാർ എതിർത്തിരുന്നു. സെപ്റ്റംബർ 24 പെൺകുട്ടിയുടെ വിവാഹ നിശ്ചയമായിരുന്നു. അന്ന് വൈകുന്നേരം 6നും 11നുമിടയിൽ 9 തവണ ദീർഘനേരം ഇരുവരും സംസാരിച്ചു. വിവാഹ നിശ്ചയ ചടങ്ങിൽ ബിനു പങ്കെടുത്തിരുന്നില്ല. ഇതിന് തൊട്ടടുത്ത ദിവസം ആത്മഹത്യയെന്നാണ് കുറ്റപത്രം വ്യക്തമാക്കുന്നത്. ബിനുവിന്റെ പിതാവും ആത്മഹത്യ ചെയ്യുകയായിരുന്നുവെന്നും ഇതും ബിനുവിന്റെ ആത്മഹത്യക്ക് കാരണമാകാമെന്നും പോലീസ് പറയുന്നു. സംഭവത്തിൽ മാനേജർക്കെതിരെ ബാങ്ക് അച്ചടക്ക നടപടി സ്വീകരിച്ചിരുന്നു. ന്യൂസ് 18 കോട്ടയം.